വാട്ട് ഈസ് എച്ച് പൈലോറി ഇൻഫെക്ഷൻ? പലപ്പോഴും ഒരു എൻഡോസ്കോപ്പി കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്നുണ്ടാവും എച്ച് പൈലോറി പോസിറ്റീവ് ആണെന്ന്. എച്ച് പൈലോറി ഒരു ബാക്ടീരിയ ആണ്. അത് നമ്മുടെ ആമാശയത്തിൻ്റെ ലൈനിങ്ങിൽ ഇൻഫെക്റ്റഡ് ആവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആമാശയത്തിൻ്റെ പ്രൊട്ടക്റ്റഡ് മ്യൂക്കോസ് ലെയർ ഡിസ്ട്രോയ് ചെയ്യും. ആമാശയത്തിൻ്റെ വാൾസ് അല്ലെങ്കിൽ മ്യൂക്കോസയ്ക്ക് ഇഞ്ചുറി ഉണ്ടാക്കും. അത് കാരണം ഗ്യാസ്ട്രൈറ്റിസും പെപ്റ്റിക് അൾസർ മുതലായ അസുഖങ്ങളുണ്ടാകും. സോ പേഷ്യൻ്റ് എന്തൊക്കെയായിരിക്കും സിംറ്റംസ്? പേഷ്യൻറ്റിന് ചിലപ്പോൾ വയറുവേദന ഉണ്ടാവാം, വയറിറച്ചിലുണ്ടാവാം, ബ്ലോട്ടിങ്, ബർപ്പിംഗ്, ഇത് മുതലായ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് ദ ബെസ്റ്റ് വേ ടു ഡയഗ്നോസ് എച്ച് പൈലോറി ഇസ് ബൈ എൻഡോസ്കോപ്പി. ആൻഡ് ടിഷ്യൂ എടുത്തിട്ട് നമ്മളൊരു കിറ്റിൽ വയ്ക്കും. അപ്പോൾ ഈ കിറ്റ് കളർ ചേഞ്ച് അനുസരിച്ച്, ബിക്കോസ് ദിസ് ബാക്ടീരിയ പ്രൊഡ്യൂസസ് യൂറിയേസ് ആൻഡ് ദിസ് യൂറിയേസ് ചേഞ്ചസ് കളർ ഓഫ് ദ കിറ്റ്. അപ്പോൾ അത് വെച്ചാൽ ദാറ്റ്സ് എ ബെസ്റ്റ് വേ ടു ഡയഗ്നോസ്. പക്ഷേ അത് നമുക്കൊരു എൻഡോസ്കോപ്പി ഇല്ലാതെ പറ്റത്തില്ല. അതർ നോൺ ഇൻവേസീവ് ടെസ്റ്റ് എന്നാൽ സ്റ്റൂൾ ആൻറ്റിജൻ, മോഷൻ ടെസ്റ്റ് ചെയ്യാം. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. പിന്നെ ദർ ഇസ് ഓൾസോ വാട്ട് ഇസ് നോൺ ആസ് എൻ യൂറിയ ബ്രെത്ത് ടെസ്റ്റ് വിച്ച് ഇസ് നോട്ട് വൈഡ്ലി അവൈലബിൾ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്. സോ 2 or 3 ആൻറ്റിബയോട്ടിക്സ് വിത്ത് ആസിഡ് സപ്രഷൻ മെഡിസിൻസ് മിനിമം 10 to 14 days എടുത്താലേ ഈ ബാക്ടീരിയ പൂർണ്ണമായും നമ്മുടെ ആമാശയത്തിൽ നിന്ന് എലിമിനേറ്റ് ആവുള്ളൂ. ഈ ബാക്ടീരിയ നമ്മുടെ ആമാശയം നമ്മൾ അറിയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പല വിധത്തിലുള്ള complications, like I said, ulcer, gastritis, even sometimes gastric lymphoma വരെ ഉണ്ടാവാം. ഇത് വെള്ളത്തിൽ കൂടെ, ഭക്ഷണത്തിൽ കൂടെ, പിന്നെ between person to person contact also this can be transmitted.